അസ്സലാമു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പായസം ഉണ്ടാക്കാനാണ്. ഞാൻ സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്കൊന്ന് സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കട്ടിയുള്ള സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം. സേമിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. വേറൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് അതിലേക്ക് കാരമൽ ചെയ്യാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലായി വരട്ടെ. പഞ്ചസാര എല്ലാം കാരമലായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ പാലൊക്കെ തിളയ്ക്കുന്നുണ്ട്. ഇനി വറുത്ത് വച്ചിരിക്കുന്ന സേമിയ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് അടച്ചിടാം. ചെറിയ തീയിലൊന്ന് വേവട്ടെ. ഇതാ സേമിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ മൊത്തവും ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് നെയ്യിലൊന്ന് അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് അതിനകത്തോട്ടിടാം. ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിൽ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതാ വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ പായസമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.